സ്ത്രീകളുടെ യോനിക്കുള്ളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന രതിസുഖത്തിന്റെ മാന്ത്രിക സ്പോട്ട് എന്ന് ഇന്നും തെറ്റായിട്ട് വിശേഷിപ്പിക്കുന്ന ജി സ്പോട്ടിന്റെ ഉത്തേജനത്തിന് സഹായിക്കുന്ന സെക്ഷൽ പൊസിഷനുകൾ ഏതൊക്കെയാണ്? സ്ത്രീകളുടെ ലൈംഗികതയുമായിട്ട് ഈ ജി സ്പോട്ട് പോലെ ഇത്രയധികം ചർച്ചകൾക്കും തെറ്റിദ്ധാരണകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇന്നും വഴിതെളിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രതിഭാസം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ജി സ്പോട്ടിൻ്റെ ആദ്യത്തെ വിവാദം അതിൻ്റെ പേര് തന്നെയാണ്. ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിലെ ഒരു നിശ്ചിത സ്പോട്ടോ ഒരു പ്രത്യേക ശരീരഭാഗമോ ഒന്നുമല്ല. ഇത് പരസ്പര ബന്ധമുള്ള നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള സ്ത്രീകളിൽ വികാരമുണർത്താൻ സാധ്യതയുള്ള ഒരു മേഖല അല്ലെങ്കിൽ സോണാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ വികാരമുണർത്താനുള്ള ഒരു സാധ്യത എല്ലാ സ്ത്രീകളിലും ഉണ്ടാവാറില്ല എന്നുള്ള വസ്തുതയാണ്. ചിലർക്ക് അവിടെ സ്പർശിക്കുന്നത് പോലും അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റി ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘടനകൾ ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തിന് സഹായിക്കുമെന്നൊക്കെ അവകാശപ്പെടുന്ന ജി സ്പോട്ട് ഇഞ്ചക്ഷനുകൾക്ക് അനുമതി നൽകാത്തത്. കാരണം ഈ ഒരു മേഖലയിൽ വികാരമുണരാത്തൊരു സ്ത്രീക്ക് വെറുതെ കുത്തിവെച്ചതുകൊണ്ട് മാത്രം ഇല്ലാത്ത വികാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാത്രവുമല്ല, അത് പല സ്ത്രീകളെയും ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്തേക്കാം. അപ്പം നമ്മൾ ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തിന് സഹായിക്കുന്ന സെക്ഷൽ പൊസിഷനുകൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു വസ്തുത കൂടെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ ജി സ്പോട്ടിൻ്റെ വികാരമുണരാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് പലതരത്തിലുള്ള സെക്ഷൽ പൊസിഷനുകൾ ട്രൈ ചെയ്യുന്നത് കൊണ്ട് മാത്രം അവിടെ വികാരം ഉണരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഈ ഒരു വസ്തുത ഈ ജി സ്പോട്ട് ഇഞ്ചക്ഷനുകൾ നൽകി പൈസ ഉണ്ടാക്കുന്ന ഡോക്ടർമാർ പോലും ജനങ്ങളുമായിട്ട് പങ്കുവെക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ഒരു ഡോക്ടറായ ഡോക്ടർ അനിതാ മണിയെ പറ്റി കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അവർ ആ വീഡിയോയിൽ ജി സ്പോട്ടിനെ പറ്റിയും ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തെ പറ്റിയും ഒക്കെ ജനങ്ങളോട് പങ്കുവെക്കുന്ന കാര്യങ്ങൾ മെഡിക്കൽ മിസ്ഇൻഫർമേഷനും വാസ്തവ വിരുദ്ധവും ഒക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് താഴെ എനിക്ക് ലഭിച്ച കമൻറ്റുകളിൽ ഒരെണ്ണം അനാറ്റമി സ്റ്റുഡൻറ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയിൽ നിന്നുമായിരുന്നു. ഇംഗ്ലീഷിൽ വന്ന ആ കമൻറ്റിൽ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഡോക്ടർ ജി സ്പോട്ടിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നും ഡോക്ടർ ജി സ്പോട്ട് എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് പൊട്ടിൻ്റെ വലിപ്പമുള്ള ഒരു സ്പോട്ടായിട്ട് വരച്ച് കാണിച്ചത് എന്നൊക്കെയായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയത്തിന് ആ കമൻറ്റുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ആ കമൻറ്റിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ വിഷയത്തിലോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കമൻറ്റിൽ ആ വ്യക്തി ആദ്യമേ തന്നെ പറയുന്ന കാര്യം ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡോക്ടർ കറക്റ്റായിട്ടാണ് അടയാളപ്പെടുത്തി കാണിക്കുന്നത് എന്നാണ്. ശരിയാണ്, ഡോക്ടർ ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതായത് ആൻറ്റീരിയർ വാൾ ഓഫ് ദ വജൈന എന്ന് പറയുന്ന ആ ഭാഗം കറക്റ്റായിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തി കാണിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഇവിടെ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കൽ ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ചൊല്ലിയുള്ളതല്ല. അതിനുശേഷം അവർ പറയുകയും വരച്ചു കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ജി സ്പോട്ട് അതിൻ്റെ പേര് പോലെ തന്നെ കാഴ്ചയിൽ ഒരു പൊട്ടിൻ്റെ വലിപ്പമുള്ള ഒരു സ്പോട്ടാണെന്നും അത് നിങ്ങൾക്ക് ലിംഗത്തിലൂടെ നേരിട്ട് എളുപ്പത്തിൽ സ്പർശിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ഇത് മെഡിക്കൽ മിസ്ഇൻഫർമേഷനും വാസ്തവ വിരുദ്ധവും ഒക്കെയാണ്. നമുക്ക് ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം. You have a structure which is the G spot. So we will paint it a bit reddish so you can understand that. So this is G spot. ഇതിൽ അവർ വ്യക്തമായിട്ട് പറയുകയും വരച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ജി സ്പോട്ട് ഒരു ന്യൂറോ മസ്കുലർ സ്ട്രക്ചർ ആണെന്നും പൊട്ടിൻ്റെ വലിപ്പമുള്ള ഒരു സ്പോട്ടാണ് എന്നുമൊക്കെയാണ്. ശരിയാണ്, നമ്മുടെ കമൻ്റ് ഇട്ട് സുഹൃത്ത് പറഞ്ഞതുപോലെ ഡോക്ടർ ഈ ജി സ്പോട്ട് വരച്ച് കാണിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ പൊട്ടിൻ്റെ വലിപ്പമുള്ള സ്പോട്ടായിട്ട് വരച്ച് കാണിക്കുന്നത് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സത്യത്തിൽ ഈ ജി സ്പോട്ട് എന്താണ് എന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇന്നും ഒട്ടുമിക്ക ജനങ്ങളും ഈ ജി സ്പോട്ടിനെ ഒരു സ്പോട്ടായിട്ട് തന്നെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഈ ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങളെ സ്ത്രീകളുടെ ശരീരശാസ്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഈ വീഡിയോയിൽ ഒരിടത്തും തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, അവർ വരച്ച ആ പൊട്ടിൻ്റെ വലിപ്പമുള്ള ആ സ്പോട്ട് ചൂണ്ടിക്കാണിച്ച് എടുത്തു പറയുന്നത് സോ ദിസ് ഈസ് ജി സ്പോട്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇത് ജി സ്പോട്ടാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. So this is G spot. എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു തെറ്റിദ്ധാരണ തിരുത്താത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ജി സ്പോട്ട് ഇഞ്ചക്ഷൻ നൽകി പൈസ ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർ ഈ ജി സ്പോട്ട് ഒരു നിശ്ചിത സ്പോട്ടല്ല എന്നുള്ള വസ്തുത ജനങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന്. ജനം ആദ്യമേ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ഡോക്ടറെ നിങ്ങളിത് എങ്ങോട്ടാണ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നത് എന്നായിരിക്കും. അപ്പം ആ ഒരു ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതേ തുടർന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണ് ഈ ജി സ്പോട്ട് ഒരു നിശ്ചിത സ്പോട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പം ഇതിന് ബോധപൂർവം നടത്തുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയിൽ
തെറ്റിദ്ധാരണകളും കപടശാസ്ത്രവും ഒക്കെ പ്രചരിപ്പിക്കുകയും നിലനിർത്തിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഇതുപോലെയുള്ള ഡോക്ടർമാരാണ്. കാരണം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഇതവർ സമ്മതിക്കത്തുമില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കുവാൻ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. ഡോക്ടർ അനിതാമണി അവരുടെ വീഡിയോയിൽ ഈ ജി സ്പോട്ടിനെ വിശേഷിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ യോനിയും ക്രിസരിയും വൾവയും ഒക്കെ പോലെ ഒരു പ്രത്യേക ന്യൂറോ മസ്കുലർ സ്ട്രക്ചർ ആയിട്ടാണ്. ഇതും മെഡിക്കലി തന്നെ തെറ്റായിട്ടുള്ള ഒരു വിവരണമാണ്. അതുപോലെ തന്നെ ഡോക്ടർ അവരുടെ വീഡിയോയിൽ മറച്ചു വെക്കുന്ന വേറൊരു കാര്യമാണ് ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തിന് ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം കൈവിരലുകളാണ് എന്നുള്ള സത്യം. അതിൻ്റെ കാരണം ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന ആൻറ്റീരിയർ വാൾ ഓഫ് ദ വജൈന എന്ന് പറയുന്ന ഭാഗം അത് യോനിക്കുള്ളിൽ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ആ ഒരു ഭാഗം സ്പർശിക്കുവാൻ ഏറ്റവും എളുപ്പം കൈവിരലുകൾ തന്നെയാണ്. ഇത് നിങ്ങൾ ഏതൊരു മെഡിക്കൽ ചിത്രം ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡോക്ടർ അനിതാമണി അവരുടെ വീഡിയോയിൽ ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഈ കൈവിരലുകളുടെ പ്രാധാന്യത്തെ പറ്റിയോ പ്രസക്തിയെ പറ്റിയോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അവർ പറയുന്നത് ഈ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിനെ പറ്റിയും പലതരത്തിലുള്ള സെക്ഷൽ പൊസിഷനുകളെ പറ്റിയും മാത്രമാണ്. See, once the penis is penetrating the vagina, this area can be stimulated, and then there are a lot of positions which can enhance the G-spot experience and all that. ഇവിടെയും അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അവർ ആ ഇംഗ്ലീഷിൽ പറഞ്ഞ എക്സാക്ട് വാക്കുകൾ ഇവിടെ ഒന്ന് വിശകലനം ചെയ്യാം. ഇതിലവർ പറയുന്ന ആദ്യത്തെ സെൻറ്റൻസ് വൺസ് ദ പീനിസ് ഇസ് പെനിട്രേറ്റിംഗ് ദ വെജൈന ദിസ് ഏരിയ ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് എന്നാണ്. അതായത് ലിംഗം യോനിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അവർ വരച്ച് കാണിച്ച ആ പൊട്ടിൻ്റെ വലിപ്പമുള്ള സ്പോട്ട് ഉത്തേജിപ്പിക്കാൻ സാധിക്കും എന്നാണ്. ഇത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. കാരണം ലിംഗം യോനിയിൽ പ്രവേശിക്കുന്നതിലൂടെ മാത്രം സ്പർശിക്കുവാനോ ഉത്തേജിപ്പിക്കുവാനോ സാധിക്കുന്ന ഒരു സ്ഥലത്തല്ല ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ദമ്പതികൾക്കും സുപരിചിതവും ചെയ്യുവാൻ എളുപ്പമുള്ളതുമായ മിഷണറി പൊസിഷൻ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തിന് അനുയോജ്യമല്ലാത്തത്. ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ് ഡോക്ടർ സൂചിപ്പിച്ച മറ്റ് പല സെക്ഷൽ പൊസിഷനുകളുടെ കാര്യവും. അവയ്ക്കൊക്കെ തന്നെ ലിംഗത്തിലൂടെ ജി സ്പോട്ടിനെ നേരിട്ട് സ്പർശിക്കുകയോ ഉത്തേജിപ്പിക്കുകയോ ചെയ്യുന്നത് അത്ര ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. ഈ ജി സ്പോട്ടിൻ്റെ നേരിട്ടുള്ള ഉത്തേജനത്തിന് ഏറ്റവും അനുയോജ്യമായ സെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. വീൽ ബാരോ എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റച്ചക്ര കൈവണ്ടി പൊസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് ചെയ്യുവാൻ അത്ര എളുപ്പമുള്ള സെക്സ് പൊസിഷൻ അല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെയും UK-യിലെയും കാനഡയിലെയും ഒക്കെ സെക്സ് തെറാപ്പിസ്റ്റുകൾ ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തിന് ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം കൈവിരലുകൾ തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.